ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സൈബർ പോലീസ് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ചില കേസുകളിലേ ഉള്ളൂ ഈ വേഗം എന്നുള്ളതും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ആരോപണമായി നിൽക്കുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല. ഒരു പരാതി മുഖ്യമന്ത്രിക്ക് വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് വളരെ വേഗത്തിൽ പോകുന്നു എന്നതാണ് ഒരു ഭാഗത്ത് പറയുന്ന ന്യായം. ശരി, നല്ല കാര്യം തന്നെ. പക്ഷേ അത് എല്ലാവർക്കും, പരാതി നൽകുന്ന എല്ലാവർക്കും ആ തരത്തിലുള്ള നീതി കിട്ടേണ്ടതാണല്ലോ. ഇതേ സമയത്ത് തന്നെ, അതായത് അതിജീവിതയ്ക്കെതിരെ ആക്രമണം നടക്കുന്ന ഇതേ സമയത്ത് തന്നെ കെ രമ MLA-ക്കെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സൈബർ ഭാഗത്തു നിന്നും, സൈബർ വിങ്ങുകളുടെ ഭാഗത്തു നിന്നും. അത് CPM-നെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് അതിൽ നേതൃത്വം വഹിക്കുന്നത്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അവർ പലതവണ പരാതി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി അവിടെ പ്രചാരണം നടത്തിയവരാണ് ഈ രണ്ട് നേതാക്കളും. അതിനർത്ഥം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്ന പീഡനത്തിന് കെ രമ പിന്തുണ നൽകി എന്നല്ലല്ലോ. അപ്പോൾ അവരുടെ ചിത്രം വെച്ച് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നടപടി ഉണ്ടാവുന്നുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ചിലയിടത്ത് വേഗം, ചിലയിടത്ത് വേഗമില്ലായ്മ? കണ്ടെന്ന് പോലും നടിക്കായിക. അങ്ങനെ വേഗമില്ലായ്മ ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായം സ്മൃതിക്കുമില്ല, എനിക്കുമില്ല. സൈബർ ഇടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ, ഈ ഹീനമായിട്ടുള്ള പ്രവണതയ്ക്കെതിരെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നതിൽ നമുക്ക് ആർക്കൊരു തർക്കമില്ല. അന്ന് പറഞ്ഞതുപോലുള്ളൊരു കാര്യം എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കൊരാളും നേതൃത്വം കൊടുക്കരുത് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ഇന്ന് ഏറ്റവും ഗൗരവ സ്വഭാവത്തിലേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്മൃതി തുടക്കത്തിൽ ഇൻട്രോയിൽ സൂചിപ്പിച്ചു, വലിയ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാർ പല ഘട്ടത്തിൽ നയിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ത് എന്നുള്ളത് ഗൗരവത്തോടെ തന്നെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി മാറിയിരിക്കുകയാണ്. ഒന്ന്, ഈ പറഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന സൈക്കോപാത്തിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആർപ്പുവിളികളുമായി പുറകെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘവും, അതല്ലാതെ ഈ പറഞ്ഞ പോലെ മനുഷ്യത്തുള്ള കുറച്ച് മനുഷ്യരും എന്ന നിലയിലേക്ക് രണ്ടായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ സൈക്കോപാത്തിന് ജയ് വിളിക്കുന്ന ആളുകളാണ് അതിൽ ഭൂരിപക്ഷം എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തർക്കമില്ലാതെ തന്നെ പറയാൻ വേണ്ടി കഴിയും. ഈ സംഘത്തെ സംബന്ധിച്ച്, ഇതിലെ ഭൂരിപക്ഷ സംഘത്തെ സംബന്ധിച്ച് അവരുടെ നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം അല്ല എന്നുള്ളതും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവർ നേതൃത്വമായി അംഗീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇന്നിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള രാഹുൽ ഈശ്വരനെ പോലെ, സന്ദീപ് വാര്യരെ പോലെയുള്ള ചില ആളുകളെ തങ്ങളുടെ നേതൃത്വമായി കണ്ടുകൊണ്ടാണ് ഈ സംഘം, ഈ സൈക്കോപാത്തിന് ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്ന സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അങ്ങ് നേരത്തെ പ്ലേ ചെയ്ത ബൈറ്റിനകത്ത് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു, ഈ പറഞ്ഞ മുഖമില്ലാത്ത സൈബർ സംഘങ്ങൾ എന്ന നിലയിലേക്ക്. ഇത് മുഖമില്ലാത്ത സൈബർ സംഘങ്ങളല്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ കാർഡ് തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ചില പോസ്റ്റുകളുടെ തുടക്കം ഞാൻ കണ്ടു. അതൊന്നും മുഖമില്ലാത്ത പ്രൊഫൈലുകളല്ല. ജീവിച്ചിരിക്കുന്ന മുഖമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രാദേശിക ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ പോലുള്ള കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇന്നിപ്പോൾ നിലവിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുന്ന നില, കസ്റ്റഡിയിലെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ FIR ഇട്ട് അതിനകത്ത് 4ാം പ്രതിയായിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി ഇവരെയാണ്, സന്ദീപ് വാര്യർ. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ചെയ്ത ഇടപെടൽ എന്താ? ഈ ഒരു പരാതി ഉണ്ടായി. ഈ പരാതിയുടെ തുടർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ വെട്ടുകളി സംഘത്തിന് മുൻപിലേക്ക് അയാൾ എല്ലാ നിലയ്ക്കുമുള്ള ചൂണ്ടുവരകിട്ട് കൊടുക്കുകയാണ്. ഇന്നയാളാണ് പരാതിക്കാരി എന്ന് ധ്വനിപ്പിക്കുന്ന, വ്യക്തമാക്കുന്ന നിലയിലേക്കുള്ള എല്ലാ ചൂണ്ടുപറകയും ഇട്ടിട്ട് ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ പോയിട്ടങ്ങ് അറ്റാക്ക് ചെയ്തോ,
അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് കീഴ്പ്പെടുത്തിക്കോ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഇതിന് ശേഷം എത്രയോ ഇപ്പൊ ഇതിനോടകം എനിക്കറിയാം, എന്നേക്കാൾ വ്യക്തത സ്മൃതിക്കുണ്ടാകും എത്രത്തോളം പരാതികൾ ഈ പറഞ്ഞ ഒരു പരാതിയിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളത്, എത്രമേൽ ഹീനമായ മറ്റു പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്മൃതിക്ക് എന്നേക്കാൾ ധാരണയുണ്ടാകും. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞു, ഇതിലും എത്രയോ അധികം പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മുൻപിലേക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാൻ ലൈവ് കാണുന്നുണ്ടായിരുന്നു, സ്മൃതിയോടാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇതിന്റെ അപ്പുറത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം, എൻ്റെ മുന്നിൽ എല്ലാ വസ്തുതയുണ്ട്, വല്ലാതെ എനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ഞാനെടുത്ത് പുറത്തേക്കിടും എന്ന് അദ്ദേഹത്തിന് വെല്ലുവിളിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നിരിക്കൽ ഇനി ആരും അതിന് മുതിരരുത്, ഒരാൾ പോലും ഈ നിലയിൽ മുന്നോട്ട് വരരുത് എന്ന് കണ്ടുകൊണ്ട് ഈ പറഞ്ഞ സന്ദീപ് വാര്യർ എന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളയാൾ, അയാൾ മാസങ്ങൾക്ക് മുൻപ് പ്രതിദാനം ചെയ്തിരുന്ന രാഷ്ട്രീയം എന്തായിരുന്നോ അതിൽ നിന്ന് അണുവിട, ആ മനുഷ്യത്വ വിരുദ്ധതയുടെ രാഷ്ട്രീയത്തിൽ നിന്നും അണുവിട പുറകോട്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലേക്കുള്ള ഹീനമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ്. ഇന്നിപ്പോൾ ഒരു നോൺ ബെയിലബിൾ കേസ് എടുത്തിരിക്കുന്നു പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ. ഈ നിലയിൽ മുഖമുള്ള ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പരാതിക്കാരിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതികരണം ഉന്നയിക്കുന്ന മറ്റാളുകൾക്കെതിരെ. ഇപ്പൊ ഇതേ സമയത്ത് തന്നെയാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിക്രൂരമാവിധം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിൽ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് ആ കുട്ടിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപത്തിന്റെ തുടർച്ചയിലാണ്. രാവിലെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ എത്രമേൽ ഹീനമായിട്ടുള്ള ആക്ഷേപമാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ എത്രമാത്രം ആക്രമിക്കപ്പെട്ടു, ഏത് വിധേനയാണ് അദ്ദേഹത്തിന് നേരെ ഈ സൈബർ വെട്ടുകളി സംഘം ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. ബഹുമാന്യയായിട്ടുള്ള കോൺഗ്രസിന്റെ കേരളത്തിലെ MLA ആയിട്ടുള്ള ഉമാ തോമസിനെ എത്രമേൽ നികൃഷ്ടമാം വിധമാണ് ഇവർ ആക്ഷേപിച്ചത്, ആക്രമിച്ചത്. KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം നടത്തിയിട്ട് മിനിറ്റുകൾക്കപ്പുറം അത് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ലേ. ഈ നിലയ്ക്ക് ഈ സൈബർ വെട്ടുകളി സംഘത്തെ ഞങ്ങൾ നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലല്ല ഇത് എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവടക്കം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം അടക്കം അവർ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം മറ്റൊന്നുമല്ല, അവർ വേറെയുള്ള അറ്റാക്കൊക്കെ മാറ്റിക്കോട്ടെ, കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ, ഉമാ തോമസിനെതിരെ, ഷാനിമോൾ ഉസ്മാനെതിരെ, ബിന്ദു കൃഷ്ണയ്ക്കെതിരെ, VD സതീശനെതിരെ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിനെതിരെ ഈ ക്രിമിനൽ സംഘം, ഈ വെട്ടുകളി കൂട്ടം, ഈ സൈക്കോപാത്ത് രാഹുൽ മാങ്കൂട്ടം ചെല്ലും ചെലവും കൊടുത്തു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ കൂട്ടത്തിന്റെ നടപടിക്കെതിരെ ഒരു പ്രതികരണം ഉയർത്തുന്നതിന് വേണ്ടി തങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന നിലയുണ്ടായി കഴിഞ്ഞാൽ ശക്തമായി തന്നെ അതിനോട് പ്രതികരിക്കുമെന്ന് ഉത്തരവാദിത്വപ്പെട്ട KPCCയുടെ ഭാരവാഹികളോ KPCCയോ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയോ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്ത് ഈ സൈബർ കൂട്ടത്തെ എത്രമാത്രം നിലവിലെ കോൺഗ്രസിന്റെ നേതൃത്വമടക്കം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാ. കോൺഗ്രസിന്റെ ദുരവസ്ഥ, കോൺഗ്രസിന് അങ്ങനെ ഒരു ദുരവസ്ഥയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അങ്ങേക്ക് കൃത്യമായി അറിയാം കോൺഗ്രസിലെ ഏതൊക്കെ വനിതകൾക്കെതിരെ ആക്രമണം നടക്കുന്നു, ഏതൊക്കെ നേതാക്കൾക്കെതിരെ വളരെ വ്യക്തതയുണ്ട്. പക്ഷേ KK രമയുടെ കാര്യത്തിൽ എന്താണ് അങ്ങേക്ക് ആ ഒരു വ്യക്തത ഇല്ലാത്തത്? KK രമയ്ക്കെതിരെയുള്ള പോസ്റ്ററിൽ ശ്രദ്ധിക്കൂ, അത് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇത് ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസിനകത്ത് സൈബർ കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിലെ നേതാക്കളെ വെറുതെ വിടുന്നില്ല, പക്ഷേ CPMന്റെ സൈബർ കൂട്ടം CPM നേതാക്കളെ ഒന്നും തൊടില്ല. CPM നേതാക്കളെ തൊട്ടാൽ ആ തൊട്ടവർക്കെതിരെയാണ് ഇറങ്ങുക എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും ഒരുപോലെ അപകടകരമാണ് ആർഷോ. അതിൽ രാഷ്ട്രീയ വ്യത്യാസമെന്നെ നിങ്ങൾ നിലപാടെടുക്കേണ്ട, നടപടിയെടുക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്നവരെ ആകുമ്പോൾ അതങ്ങ് നടക്കട്ടെ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന മട്ടിൽ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ അതിലൂടെ മുഖം തിരിക്കുക എന്നൊരു രീതി നിങ്ങൾക്കുമുണ്ട്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ല സ്മൃതി, ഒരു സംശയവും വേണ്ട. ആ നിലക്കുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ല. KK രമ എന്നല്ല, ആർക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാലും അതിന് നേരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പക്ഷം. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ച നിലയിലേക്കുള്ള എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ശ്രദ്ധയിലേക്ക് വരാത്തത് പോരായ്മയാണ്, പരിമിതിയാണ് എന്നുള്ളത് തന്നെ കാണുന്നു. ആ നിലക്കുള്ള ഒരു അറ്റാക്കിനും ഒരക്കുള്ള ആക്ഷേപം ചൊരിയലിനുമുള്ള വേദിയാക്കി സാമൂഹ്യ മാധ്യമങ്ങളെ മാറ്റരുത് എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ഞങ്ങൾ ഒരു വശത്തേക്ക് കണ്ണടച്ചിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് മാത്രം കണ്ണു
വന്നിരിക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. ആ നിലയിലേക്ക് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. ശരി.